സാധിക്കും. 2023 അറൈവായിട്ടുള്ള ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റാണ് നമ്മുടെ BCM. ഈ BCM എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഹോവേ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം അത്രയ്ക്കും റിസൾട്ട് ഓറിയന്റഡും അത്രയ്ക്കും ആളുകൾക്ക് അത്യാവശ്യവുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് BCM. അപ്പൊ ഈ BCM-ന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്തൊക്കെയാണ് നമുക്ക് സപ്പോർട്ടായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫൊഹോവെ ബ്ലഡ് സർക്കുലേറ്റീവ് മസാജർ എന്നാണ് BCM എന്ന പേരിന്റെ ഫുൾ ഫോം. അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ബ്ലഡ് സർക്കുലേറ്റീവ് മസാജർ. സോ ഇതില് ബ്ലഡ് സർക്കുലേറ്റീവ് ആണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഈ ബ്ലഡ് സർക്കുലേഷൻ എന്തിനാണ് നടക്കേണ്ട ശരീരത്തില്, ബ്ലഡിന്റെ പണി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദി ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ടു ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തില് ബ്ലഡിന്റെ പണി എന്താണ്? Bring blood contains oxygen and nutrition to all tissues of the body to maintain normal life activities. നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന ന്യൂട്രീഷൻ, ഓക്സിജൻ, വെള്ളം, ഇതെല്ലാം ഓരോ കോശങ്ങളിലേക്കും എത്തിക്കേണ്ട ചുമതലയാണ് നമ്മുടെ ഈ ബ്ലഡ് ചെയ്യുന്ന പണി. നമുക്കറിയാം, നമ്മുടെ ശരീരം ബിൽഡ് ചെയ്തിരിക്കുന്നത് ടിഷ്യൂസ് ആൻഡ് സെൽസിൽ നിന്നാണ്. ഈ എല്ലാ ജീവകോശത്തിനും നമുക്ക് എങ്ങനെ ആവശ്യമുണ്ടോ അതുപോലെ ന്യൂട്രീഷൻസ് ആവശ്യമാണ്, അതായത് ഈ ഫുഡ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ആ ന്യൂട്രീഷൻ ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ലിവറിൽ വെച്ച് നടക്കുന്ന ആ ഒരു സിഗ്രേഷന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ന്യൂട്രീഷൻസ് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പണിയാണ് ഈ ബ്ലഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ശരീരത്തിന്റെ പെരുവിരൽ തൊട്ട് അല്ലെങ്കിൽ നഖം തൊട്ട് മുടി വരെ ബിൽഡ് ചെയ്തിരിക്കുന്ന കോശങ്ങളുണ്ടാകും. കോടിക്കണക്കിന് ട്രില്യൺസ് ഓഫ് കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ ഓരോ കോശത്തിനും കൃത്യമായ രീതിയിൽ ഭക്ഷണം വേണം, കൃത്യമായ രീതിയിൽ വെള്ളം വേണം, കൃത്യമായ രീതിയിൽ ഓക്സിജൻ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ. അപ്പം അവിടെയാണ് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ക്രിയേഷന്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിലേക്ക് ബ്ലഡ് എല്ലാ കോശങ്ങളിലേക്കും ബ്ലഡ് എത്തണം. എവിടെ ബ്ലഡ് എത്തുന്നില്ലേ ആ കോശം നശിച്ചു പോകുന്നതാണ്. ഉദാഹരണം, ഒരു റെയിൽവേ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കാം. റെയിൽവേ സിസ്റ്റത്തിൽ ഓൾറെഡി എന്തുണ്ട്? ട്രാക്ക് ഉണ്ട്, റെയിൽവേ ട്രാക്ക് ഉണ്ട്. റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടുന്ന ട്രെയിനായി നമുക്ക് ഈ ബ്ലഡ് ആയിട്ട് സങ്കല്പിക്കാം. ഈ ട്രെയിനിനെ ബ്ലഡ് ആയിട്ട് സങ്കല്പിക്കാം. ഈ ട്രെയിൻ ബ്ലഡിലേക്ക് കയറുന്ന നമ്മളാണ് ഈ ന്യൂട്രീഷനും ഓക്സിജനും അല്ലെങ്കിൽ വെള്ളവും ഒക്കെ. അത് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ഓരോ സ്റ്റോപ്പിലും നമ്മൾ എത്തിച്ചേർന്നെങ്കിൽ, ഇപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തേണ്ട ആളുണ്ടാവും, കോഴിക്കോട് എത്തേണ്ട ആളുണ്ടാവും, കൊച്ചിയിൽ എത്തേണ്ട ആളുണ്ടാവും, കൊല്ലത്ത് എത്തേണ്ട ആളുണ്ടാവും. ഇതെല്ലാവരും ഈ ട്രെയിനിലുണ്ടാവും. ആ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആവശ്യ സ്ഥലത്തേക്ക് ഇറങ്ങും. പക്ഷെ ട്രെയിൻ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ടടുത്തില്ല, അല്ലെങ്കിൽ വൈകിയെത്തും, നമ്മുടെ കാര്യം നടക്കില്ല, പല പ്രശ്നങ്ങളുണ്ടാവും. വേറെ ട്രെയിൻ വരും, ആ ട്രെയിനിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ട്രെയിൻ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ വൈകിയോ ഓടുകയാണെങ്കിൽ തന്നെ ആ എൻറ്റയർ സിസ്റ്റത്തിന് അത് ബാധിക്കും, നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തില് അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടുണ്ടെങ്കിൽ സംഭവിക്കും. അപ്പൊ കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ആരോഗ്യവാനായിരിക്കും, അദ്ദേഹം ഹെൽത്തി ആയിരിക്കും, അദ്ദേഹത്തിന് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് ഒരു ഹാർട്ട് പ്രോബ്ലം ഉണ്ട് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ബിക്കോസ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ആണ്. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് സർക്കുലേഷന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിക് റീസൺ ബ്ലഡ് സർക്കുലേഷൻ ആണ്. ആ ഓർഗാന്റെ, ആ ശരീര അവയവത്തിന്റെ ഭാഗത്തുള്ള സെൽസുകൾ നശിച്ചു പോവുക എന്നാണ് ആ ഓർഗൻ ഡാമേജ് ആവുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടേക്ക് ബ്ലഡ് കൃത്യമായ രീതിയിൽ എത്തുന്നില്ല, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് എത്തുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ന്യൂട്രീഷൻസ് എത്തുന്നില്ല എന്ന കാരണം കൊണ്ട് ആ സെൽസ് നശിച്ചു പോവുകയാണ്. ഈ നശിച്ച സെല്ലുകളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ട പണിയും ഇതേ ബ്ലഡിന് തന്നെയാണ്. അവിടുത്തെ ഡീടോക്സിഫിക്കേഷൻ നമ്മൾ പറയും, അല്ലെങ്കിൽ അവിടുത്തെ വേസ്റ്റ് റിമൂവൽ എന്ന് പറയും. ഈ കോശങ്ങൾ വിസർജിക്കപ്പെടുന്ന വേസ്റ്റിനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളണം. അതിനാണ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓരോ കോശങ്ങളും മനുഷ്യൻ എങ്ങനെ വിസർജിക്കുന്നോ അതുപോലെ തന്നെ വിസർജിക്കും. അവിടുത്തെ പ്രോസസ്സ് കഴിയുമ്പോൾ അതിനകത്തുള്ള ടോക്സിൻസ് ഒക്കെ വെളിയിൽ വരും. ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതും അത്യാവശ്യമാണ്. ഇത് പോയിട്ടില്ലെങ്കിലാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും കൂടുക. ടോക്സിൻസിന്റെ അളവ് ശരീരത്തിൽ കൂടും, അപ്പം അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് നമ്മൾ ചെറിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഒരു 15 അല്ലെങ്കിൽ ഒരു 16-18 വയസ്സ് വരെയുള്ള ആളുകള്
കുട്ടികൾ അല്ലെങ്കിൽ കൗമാരക്കാർ വളരെ ആക്റ്റീവ് ആയിരിക്കും അല്ലെ. കാരണം അവരുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ കൃത്യമായിട്ട് നടക്കും. എല്ലാ ന്യൂട്രീഷൻസും അബ്സർവേഷൻ കറക്റ്റായിട്ട് നടക്കും. എല്ലാ ന്യൂട്രീഷൻസും കൃത്യസമയത്ത് കൃത്യമായ വേഗത്തിൽ അവരുടെ കോശങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷെ നമുക്ക് പ്രായമാവുന്നതിനനുസരിച്ചാണ് നമുക്ക് അസുഖങ്ങളുടെ എണ്ണം കൂടുന്നത്. അതിന്റെ മെയിൻ റീസൺ ഈ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ എന്ത് പറയും? നിങ്ങൾ മരുന്നിനൊപ്പം നടക്കാൻ പറയും, അല്ലെങ്കിൽ ഓടാൻ പറയും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറയും. പക്ഷെ നമ്മൾ ആരും കൃത്യമായ രീതിയിൽ ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സസൈസ് കുറയുമ്പോൾ ഡോക്ടർ നമ്മളോട് ഇത്രയും സയന്റിഫിക് ആയിട്ട് സംസാരിച്ചാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ സിമ്പിൾ ആയിട്ട് പറയും, നിങ്ങൾ രാവിലെ എണീച്ച് നടക്കുക. രാവിലെ എണീച്ച് നടക്കുമ്പോൾ സംഭവിക്കുന്നത് അവിടെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് സർക്കുലേഷന്റെ ഇമ്പോർട്ടന്റ്. സോ ഇനി ഈ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ അടയാളങ്ങളാണ് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. കൈ കാലുകളുള്ള മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് എന്നൊക്കെ പറയാം. ഒരു ഏത് സമയത്തും ശരീരത്തിനാസകലം ഒരു തണുപ്പ് അനുഭവപ്പെടുക, കോൾഡ്നെസ് അനുഭവപ്പെടുക, മസിൽ പിടുത്തം, മസിൽ ക്രാംസ്. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുണ്ടാവും, രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല, കാരണം മസിൽ പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. സ്വെല്ലിങ്, വീക്കം, കൈ കാലുകളിൽ ഉണ്ടാവുന്ന വീക്കം, ആവശ്യമില്ലാത്ത വീക്കം, യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാല് ഒരേ പൊസിഷനിൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ കാല് വീങ്ങുക, ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷന്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനൊപ്പം തന്നെ 65% പ്ലാസ്മ എന്ന് പറയുന്ന ലിക്വിഡ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂമിയുടെ ഭൂഗർഭാകർഷണം, ഗ്രാവിറ്റി പവർ കൊണ്ട് എപ്പോഴും ഭൂമിയിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവും. അപ്പൊ നമ്മൾ അനങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കറക്റ്റ് അല്ല എങ്കിൽ ആ ലിക്വിഡ് എല്ലാം കാലിലേക്ക് സ്റ്റോർ ആവും. അപ്പോഴാണ് കാല് വീക്കം വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും, ചില പ്രായ ആളുകൾ കുറച്ച് ഇരുന്ന് ചെയ്യുമ്പോൾ കാലൊക്കെ വീങ്ങും, അല്ലെങ്കിൽ ബസ് യാത്ര ചെയ്ത് കഴിയുമ്പോൾ, ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ കാലൊക്കെ വീങ്ങുന്ന കാണാൻ സാധിക്കും. അപ്പൊ ഈ അടയാളങ്ങൾ ആരിലൊക്കെ ഉണ്ടോ അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. മൈൻഡ് ഡിഫറൻസ് ഒരു കാര്യം പറയാം, ഇപ്പൊ ഒരു 25 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഏതെങ്കിലും ഒരു പ്രശ്നമാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അസുഖത്തിന്റെ തുടക്കമാണ്. തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ട കേസസ് ആണ് അതൊക്കെ. ഇവിടെ നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് ഇവിടെ കൃത്യമായി കാണിക്കുക. ഏതാണ്ട് 400-ൽ പരം അസുഖങ്ങളുടെ ബേസിക് റീസൺ ഈ ബ്ലഡ് സർക്കുലേഷൻ ആണ്. അതിൽ ഏറ്റവും ഡേഞ്ചറസും ഏറ്റവും നമ്പർ 1 ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് പെരിഫറൽ ആർട്ടറി ഡിസീസസ്. അതായത് നമ്മുടെ ആർട്ടറി, നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ഞരമ്പുകളുടെ ഉണ്ടാകുന്ന പ്രശ്നം. ആ ഞരമ്പുകളൊക്കെ ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം. ബ്ലഡ് ക്ലോട്ട്സ്, ബ്ലഡിന്റെ മൂവ്മെന്റ് കുറയുമ്പോൾ ബ്ലഡ് അതാത് സ്ഥലങ്ങളിൽ കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. ചെറിയ ചെറിയ കല്ലുകൾ, ക്രിസ്റ്റൽ, പഞ്ചസാരയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു സൈസിൽ ബ്ലഡ് കട്ട പിടിക്കും. ഈ ബ്ലഡ് കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള ഞരമ്പുകളിൽ കൂടെ ബ്ലഡ് പാസ്സാകത്തില്ല, ബ്ലഡ് സ്റ്റക്ക് ആവും. അതാത് ഏരിയയിൽ മൈന്യൂട്ട് അറ്റാക്കുകൾ ഉണ്ടാവും, ബ്ലോക്സ് ഉണ്ടാവും. ഇങ്ങനെ മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടായിട്ടാണ് ഒറ്റയടിക്ക് ലാസ്റ്റ് ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുക. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ നമുക്കറിയാം, വളരെയധികം കോമൺ ആയിട്ട് ആളുകൾ കാണുന്നുണ്ട്. ആളുകൾ വളരെയധികം നെഗ്ലക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. ദയവ് ചെയ്ത് അത് നെഗ്ലക്ട് ചെയ്യരുത്. കാരണം അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു അസുഖമാണ്. നമ്മുടെ കാലുകളാണ് അത് കാണപ്പെടുക. നമ്മുടെ കാലുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഓഫ് ബോഡി എന്നാണ് പറയാ. അതായത് നമ്മുടെ ശരീരത്തിലെ 2ാമത്തെ ഹൃദയമാണ്. കാലാണ് നമ്മുടെ ശരീരത്തിലേക്ക്, ഹാർട്ടിലേക്ക് ഈ ചീത്ത രക്തത്തെ റിവേഴ്സ് പമ്പ് ചെയ്യുക. ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിച്ച രക്തം നമ്മുടെ കാലുകളിലേക്ക് വരുന്നു. കാലുകളുടെ കാഫ് മസിൽ അതിനെ റിവേഴ്സ് പമ്പ് ചെയ്ത് ഹാർട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പമ്പിങ് കപ്പാസിറ്റി കുറയുമ്പോഴാണ് ആക്ച്വലി വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. റിവേഴ്സ് പമ്പിങ് കപ്പാസിറ്റി കുറയുമ്പോൾ അവിടെ ആ ചീത്ത രക്തം കെട്ടിക്കിടക്കാൻ തുടങ്ങും. അങ്ങനെ കെട്ടിക്കിടക്കുന്ന രക്തമാണ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും നമ്മൾ വെരിക്കോസ് വെയിൻ വിളിക്കുന്നത്. അത് കുറെ കാലങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അത് പൊട്ടും, അത് വളരെ വ്രണപ്പെടും, പിന്നെ ആ വ്രണങ്ങൾ ഉണങ്ങില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് അനുഭവിക്കുന്ന ആളുകൾ നമുക്കറിയാം. പല ടൈപ്പ് ഓഫ് വെരിക്കോസ് വെയിൻ ഉണ്ട്, 1, 2 അല്ല, പല ടൈപ്പ് ഓഫ് വെരിക്കോസ് ഉണ്ട്. അതൊരു ഡേഞ്ചറസ് പ്രശ്നമാണ്. കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ,
അല്ലെങ്കിൽ കാഫ് മസിലിന് കാലിനൊന്നും അധികം എക്സസൈസ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ ഈ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഒബേസിറ്റി. ഇന്ന് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ഒരു മദർ ഓഫ് ഓൾ ഡിസീസ് എന്ന് പറയുന്നത് ഒബേസിറ്റി. ഒബേസിറ്റി അല്ലെങ്കിൽ BMI ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് അല്ലാത്ത ആളുകളിൽ ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഒബേസിറ്റി ഈ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നം വളരെ അധികമായിട്ടുണ്ടാവും. അപ്പോൾ അത് ഒബേസിറ്റി ഉള്ള ആളുകളും വളരെയധികം ശ്രദ്ധിക്കണം. ഒബേസിറ്റി വരാതിരിക്കാനും ഈ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഡയബറ്റിക്. ഇന്ന് ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു ഒട്ടുമിക്ക ഭവനങ്ങളിലും ഉള്ള ഒരു അസുഖമാണ്. നമുക്ക് പണ്ടൊക്കെ ഒരു 60 വയസ്സ് കഴിഞ്ഞാണ് ഈ ഷുഗർ അല്ലെങ്കിൽ BP ഒക്കെ ഉണ്ടാവുക. ഇന്നൊരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ ഭവനങ്ങളിലും എല്ലാ വീടുകളിലും ഡയബറ്റിക്കിന്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്. അപ്പം അത് ക്രിയേറ്റഡ് ഡയബറ്റിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ശരിക്കുള്ള ഡയബറ്റിക് ആയിക്കോട്ടെ, type 1 type 2 അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡയബറ്റിക് ഉണ്ട്. അപ്പൊ ഈ ഡയബറ്റിക്കിനെ നമുക്ക് ചെറുത്ത് നിർത്തണമെങ്കിൽ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ സ്വാഭാവികമായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കുറയും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റിക് വന്ന ആളുകളിൽ സംഭവിക്കുക അവരിൽ പഞ്ചസാരയുടെ അളവ് ബ്ലഡിലേക്ക് കൂടും. പഞ്ചസാര നമ്മൾ ഒരു പാത്രത്തിൽ എടുത്ത് വെള്ളത്തിൽ അലിയിപ്പിച്ച് അത് നിങ്ങൾ ആ വെള്ളത്തിന്റെ വിസ്കോസിറ്റി അലിയിപ്പിച്ച് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ കട്ടി കൂടും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് ചൂടാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടിയായി വന്നു. അതേപോലെ തന്നെയാണ് പഞ്ചസാര നമ്മളെ രക്തത്തിൽ അലിയുമ്പോൾ രക്തത്തിന്റെ കൊഴുപ്പ് കൂടും, വിസ്കോസിറ്റി കൂടും. അപ്പം രക്തത്തിന്റെ മൂവ്മെന്റ് കുറയും. ഡയബറ്റിക്കുള്ള ആളുകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് 99% കൂടുതലാണ് ഡയബറ്റിക്കുള്ള ആളുകൾക്ക്. സോ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം ആളുകളാണ് ഡയബറ്റിക്കുള്ള ആളുകൾ. അപ്പോൾ ഡയബറ്റിക്കുള്ള ആളുകൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ റേനോഡ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തം ഓട്ടം നമ്മുടെ കൈ കാലുകളുടെ എൻഡ് ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെള്ള കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില സ്ത്രീകൾക്ക് പാത്രങ്ങൾ കഴുകുക അല്ലെങ്കിൽ തുണി അലക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൈൻ്റെ അറ്റത്തൊക്കെ വൈറ്റ് കളറായിട്ട് മാറുന്ന സാധിക്കും. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കളർ മാറുന്ന കാണാൻ സാധിക്കും. ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിന്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ എന്തിനാണ് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മൾ കൃത്യമായി ഒരു 2-2.5 മണിക്കൂർ ബ്രിസ്ക് വാക്ക് ചെയ്യണം. ബ്രിസ്ക് വാക്ക് എന്താണ്? ബ്രിസ്ക് വാക്ക് നമ്മൾ ഓടുന്നതും നടക്കുന്നതിനും ഇടയ്ക്കുള്ള ഒരു സ്പീഡിൽ ശരീരത്തെ മൂവ്മെന്റ് ചെയ്യുന്നതാണ് ബ്രിസ്ക് വാക്ക് എന്ന് പറയുന്നത്. ഇത് എത്ര പേര് അത് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നടക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ എക്സസൈസുകളൊക്കെ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നും പോരാ ഒരു മനുഷ്യ ശരീരത്തിന് 24 മണിക്കൂർ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നിയന്ത്രിക്കണമെങ്കിൽ ഒരു 2.5 മണിക്കൂർ ബ്രിസ്ക് വാക്ക് ചെയ്യണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഡിവൈസിന്റെ ബ്യൂട്ടി. ഈ ഡിവൈസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ TCM അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സയൻസ് ആണ്, നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ബാക്കിലുള്ള സയൻസ് ആണ് TCM, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഇവിടെ നമ്മൾ പറയുന്നത് ഷീ ആൻഡ് ബ്ലഡ് ആർ എസെൻസ് ഓഫ് ഹ്യൂമൻ ബോഡി എന്നാണ്. ഷീ എന്നാണ് ഇവിടെ QI എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഷീ എന്നാണ്. അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് വേർഡാണത്. പക്ഷെ നമ്മുടെ ലാംഗ്വേജിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി എന്ന് മനസ്സിലാക്കാം. പോസിറ്റീവ് എനർജി. ഈ പോസിറ്റീവ് എനർജിയും ഈ ബ്ലഡും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹ്യൂമൻ ബോഡിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അസുഖമുള്ള ആളുകളിൽ പോസിറ്റീവ് എനർജി വളരെ കുറവായിരിക്കും. അവർ വളരെ ഡല്ലായിരിക്കും. കാരണം ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ശരീരത്തിലെ പോസിറ്റീവ് എനർജി കുറയും. പോസിറ്റീവ് എനർജി ഉള്ള ആളുകളിലേക്ക് അസുഖം കുറവായിരിക്കും, അവർക്ക് ബ്ലഡ് സർക്കുലേഷനും കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ പോസിറ്റീവ് എനർജി ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഈ എക്സസൈസ് അല്ലെങ്കിൽ വാക്കിംഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ പോസിറ്റീവ് എനർജീനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പാർക്കിൽ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പോസിറ്റീവ് എനർജി നമുക്ക് വളരെ ധാരാളമായിട്ട് ലഭിക്കുക. അതിനാണ് നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കണമെന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിയിൽ നിന്നും നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഷീ അല്ലെങ്കിൽ ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ 2ാമത്തെയോ 3ാമത്തെയോ ഫ്ലോറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 1-2 ദിവസം ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഇറങ്ങാതെ
വീട്ടിൽ നിന്ന് ഇറങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ഷീണിതനാവും, നമ്മൾ വളരെ അലസനാവും, നമ്മൾ ഭയങ്കര എനർജി വീക്കായ പോലെ തോന്നും. പക്ഷെ നമ്മൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ ഇറങ്ങി ഒന്ന് ഒരു റൗണ്ട് താഴെ ഇറങ്ങി അടിച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മളിലേക്ക് ആ എനർജി തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഈ ബ്ലഡ് സർക്കുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ബ്ലഡ് അതിന്റെ പണി കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ ഈ പോസിറ്റീവ് എനർജി വളരെ വളരെ നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കും. ഒരു റൗണ്ട് സർക്കിളിൽ പകുതി റെഡ് കളറിലും പകുതി വൈറ്റ് കളറിലും അത് രണ്ടിന്റെയും അളവ് വളരെ തുല്യമായിരിക്കും. നിങ്ങൾ ഫെങ്ഷുയി അല്ലെങ്കിൽ ചൈനീസ് വാസ്തുവിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ഈ ഒരു ഡിസൈൻ. അതിന്റെ അർത്ഥം പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നമ്മുടെ ശരീരത്തിലും ഈ ലോകത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രശ്നങ്ങളില്ലാണ്ട് വരുന്നത്. പോസിറ്റീവ് എനർജി കൂടാനും പാടില്ല, നെഗറ്റീവ് എനർജി കൂടാനും പാടില്ല. രണ്ടും ഈക്വൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഈ ഷീന്റെയും ബ്ലഡിന്റെയും ഒരു കമ്മ്യൂണിക്കേഷൻ. ഈ ഷീയും ബ്ലഡും വളരെ കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ധ്യാനങ്ങൾ ചെയ്യുമ്പോൾ, യോഗ ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളമായിട്ട് ലഭിക്കും. ഏതൊരു മതവും ഹിന്ദു മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, ബുദ്ധമതമായിക്കോട്ടെ, മുസ്ലിം കാറ്റഗറി ആയിക്കോട്ടെ, ഇവരെല്ലാം പ്രാർത്ഥനകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു സയന്റിഫിക് റീസൺ ഈ പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും, നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടും. അപ്പൊ ഇതൊക്കെ എല്ലാം ഇന്റർ കണക്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് എനർജി വളരെയധികം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കുള്ളൂ. ബ്ലഡിനെ കമാൻഡ് ചെയ്യുന്നത് ഈ ഷീ എന്ന ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന സംഭവമാണ്. ആ ഷീ ഉണ്ടെങ്കിലേ ബ്ലഡ് ഉള്ളൂ, ബ്ലഡ് ഉണ്ടെങ്കിലേ ഷീ ഉള്ളൂ എന്നതാണ് അതിന്റെ ഫാക്ടർ. ഇനി നമ്മുടെ ശരീരത്തെ ഒരു മരത്തിനോട് നമുക്ക് സാമ്യപ്പെടുത്താം. അതായത് ഒരു മരം, നമുക്കറിയാം മരം എങ്ങനെയാണ് വളരുന്നത്. ആ മരത്തിന്റെ വേരുകൾ വലിച്ചെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വേരിൽ കൂടെ ഇലകളിൽ എത്തിച്ച് ഇലകളിൽ നിന്ന് സൂര്യപ്രകാശം തട്ടി ഭക്ഷണം പാകം ചെയ്യുന്നു. അതിനുശേഷം അത് മരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യും അല്ലെ. അങ്ങനെ ഒരു വലിയ സപ്ലൈ സിസ്റ്റം ആ മരത്തില് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ സപ്ലൈ സിസ്റ്റം ഫങ്ഷൻ ആണ്. അതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഈ സർക്കുലേറ്ററി സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ഷീയും ബ്ലഡുമുള്ള കമ്മ്യൂണിക്കേഷൻ, ഷീയും ബ്ലഡും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഷീയും ബ്ലഡിന്റെ അളവ് ഇത് വളരെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തേക്കും മാക്രോ ആൻഡ് മൈക്രോ സർക്കുലേഷൻ കൃത്യമായ രീതിയിൽ ഫങ്ഷൻ ആകത്തുള്ളൂ. ഇത് കൃത്യമായ രീതിയിൽ ഫങ്ഷൻ ആയാൽ മാത്രമേ മൈക്രോ സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഈച്ച് ആൻഡ് എവരി കോശങ്ങളിലേക്ക് രക്തം എത്തുകയും ആ കോശങ്ങൾ ലൈവായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ സ്കിന്നിന് ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്നുള്ളതാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാർക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഭാഗത്തെ സെൽസ് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പൊ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ആ ഭാഗത്തെ പ്രശ്നം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ BCM യൂസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും, ചില ആളുകൾക്ക് വളരെയധികം എന്താ പറയാ സ്വെറ്റിംഗ് അനുഭവപ്പെടും, ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാവും, ചില ആളുകൾക്ക് സ്വെറ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഈ ചൊറിച്ചിൽ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നത് ഡീറ്റോക്സ് ബോഡിയിൽ നിന്ന് വിഷാംശം പുറത്തേക്ക് തള്ളപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിനൊക്കെ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം റെഡിയാണ്. അതിന് ഫങ്ഷൻ ആക്കുക എന്നുള്ള പണിയാണ് നമ്മുടെ ഈ BCM കൊണ്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ BCM നിർമ്മിച്ചിരിക്കുന്നതാണെങ്കിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാറ്റൽസ് ക്ലീൻ ചെയ്യുക. അതുപോലെ ഈ ഷീ എന്ന ഇതിനു വേണ്ടിയിട്ട് ഇതിനകത്ത് 28D പോർഷൻ മാഗ്നറ്റിക് സ്റ്റോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതിന്റെ ബേസിക് ഫങ്ഷൻസ്. 7500 ഹൈ സ്പീഡ് സ്പൈറൽ വൈബ്രേഷനാണ് ഇത് വർക്ക് ചെയ്യുക. സ്പൈറൽ സെൻട്രിഫ്യൂഗൽ വൈബ്രേഷൻ എന്നാണ് സയന്റിഫിക്കായിട്ട് പറയാം. വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് TCM ബേസ് ചെയ്തിട്ടാണ്. TCM-ൽ പറയുന്നത് അല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പറയുന്നത് നമ്മുടെ കൈകളുടെയും കാലുകളുടെയും അടിഭാഗത്ത് നമ്മുടെ എല്ലാ ഓർഗാനുമായിട്ട് കണക്ഷൻസ് ഉണ്ട്.
നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമ്മൾ വെറും കാലിൽ നടക്കുന്ന ആളുണ്ടായിരുന്നു. വെറും കാലിൽ നടക്കുന്ന ആളുകൾക്ക് ലൈഫ് സ്പാൻ നിങ്ങൾ ചിന്തിച്ചാൽ കഴിഞ്ഞു 100 വയസ്സോ 100 ചില്ലറ വയസ്സൊക്കെ ജീവിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. കാരണം അവരൊന്നും അന്നത്തെ കാലത്ത് ചെരുപ്പോ അങ്ങനെയൊന്നും ഉപയോഗിച്ചിരുന്നില്ല, വളരെ വിരളമായിരുന്നു. ഇന്ന് നമ്മൾ ചെരുപ്പില്ലാതെ നമ്മൾ വീടിനുള്ളിൽ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ചെരുപ്പിടാതെ നടന്നാൽ വേറെ അസുഖം വരും. കാരണം പ്രകൃതിയും അത്രയും മാത്രം മോശമായിരിക്കും, നമ്മൾ തന്നെ നശിപ്പിച്ചിരിക്കും. അപ്പം ചെരുപ്പില്ലാണ്ട് നടന്നിരുന്ന കാലത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൈ കാലുകളുടെ അടിയിൽ മുള്ളും കല്ലൊക്കെ കുത്തി ആ പർട്ടിക്കുലർ പോയിന്റ്സ് നാച്ചുറലായിട്ട് സ്റ്റിമുലേറ്റ് ആയി നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ബാത്റൂമിൽ ഒരു ചെരുപ്പ്, കാറിന് ഒരു ചെരുപ്പ്, ബെഡ്റൂമിലേക്ക് ഒരു ചെരുപ്പ്, മാച്ചിങ് ചെരുപ്പുകൾ ഉപയോഗിക്കുന്ന കാലമാണ്. അപ്പൊ നമ്മുടെ കാലിനടിയിലുള്ള പോയിന്റ്സ്, അക്യുപ്രഷർ പോയിന്റ്സ് എന്ന് പറയും, ഈ പോയിന്റ്സുകളൊന്നും ഫങ്ഷൻ ആയിരിക്കില്ല. ഫങ്ഷൻ ആകാത്തതോളം കാരണം ആ റൂട്ടിൽ ചാനൽസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ BCMൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ കംപ്ലീറ്റ് അക്യുപ്രഷർ പോയിന്റ്സും ആക്റ്റീവായി എല്ലാ ഓർഗാൻസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ആകുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമ്മുടെ ശരീരത്തില് മെറിഡിയൻ ചാനൽസ് ഈ മെറിഡിയൻ ചാനൽസിന്റെ എല്ലാം കണക്ഷൻ നമ്മുടെ കാലിനടിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 12 മെറിഡിയൻ ചാനൽസ് ഉണ്ട്, അതിൽ 6 കാലിനടികളിലാണ് കണക്ട് ആയിരിക്കുന്നത്. 3 യാങ്ങും 3 എന്നും, യാങ് ആൻഡ് ഇൻ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 6 മെറിഡിയൻ ചാനൽസ് നമ്മുടെ കാലുകളിൽ കണക്റ്റഡ് ആണ്. ഈ മെറിഡിയൻ ചാനൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ BCM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻ ബോഡിയിൽ മെറിഡിയൻ ചാനൽസ്, സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം, ഈ 3 സിസ്റ്റത്തെയും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫങ്ഷൻസ് ആണ് ഈ TCMലൂടെ ശരീരത്തെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് വയറുവേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ചെസ്റ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലിന്റെ അടിയിൽ ചെസ്റ്റിന്റെ ഇത് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ കണ്ണുകൾ, ചെവി, മൂക്ക്, എല്ലാ ഓർഗാനും, എല്ലാ അവയവങ്ങളും നിങ്ങൾ കാലിനടിയിൽ കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഓർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, നിങ്ങളുടെ പൾസ് ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഹാർട്ടിൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വിരലിന്റെ അറ്റത്തൊരു BP അനാലിസിസറോ അല്ലെങ്കിൽ ഒരു പൾസ് അനാലിസിസറോ പഠിപ്പിച്ചുകൊണ്ടാണ് അവർ അത് ചെക്ക് ചെയ്യുക. അപ്പൊ എല്ലാ ഓർഗാൻസും കൈകാലുകളിൽ കണക്റ്റഡ് ആണെന്നുള്ളത് കൃത്യമായ സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളോടുകൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെ എന്ത് പണി എടുത്താലാണ് ശരീരം ആക്റ്റീവ് ആകുക എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ BCM ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ ഓർഗാനുകളിലേക്കും ബ്ലഡ് എത്താനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ സംഭവിക്കുകയാണ്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് സ്പൈറൽ വൈബ്രേഷനിലാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വെർട്ടെക്സ് ഫോഴ്സ് ഫീൽഡ് എന്നാണ് അവർ പറയാം. അതായത് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, 2 ഭാഗത്തേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. എന്തിനാണ് ഈ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മളൊരു കപ്പ് ഓഫ് കോഫിയിൽ അല്ലെങ്കിൽ ഒരു ചായയിലേക്ക് നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിൽ കാണാം. അപ്പൊ നമുക്കറിയാം പഞ്ചസാര നമ്മൾ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം, ആറ്റാം, അല്ലെങ്കിൽ സ്പൂണ് മേലേക്കും താഴേക്കും ഷേക്ക് ചെയ്യാം, അല്ലെങ്കിൽ മുമ്പോട്ടും പുറകോട്ടും ഷേക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഈ ചായയിൽ പഞ്ചസാര കലങ്ങും. പക്ഷെ അതിനൊക്കെ കൂടുതൽ സമയം എടുക്കും. പക്ഷെ നമ്മൾ ക്ലോക്ക് വൈസ് സ്പൂണ് കോഫി കപ്പിൽ ഇട്ടിട്ട് ക്ലോക്ക് വൈസ് കൃത്യമായി തിരിച്ചു കഴിഞ്ഞാൽ വേഗതയിൽ ഫാസ്റ്റ് ആയിട്ട് കൃത്യമായ രീതിയിൽ ആ പഞ്ചസാര ആ കോഫിയിലേക്ക് ബ്ലെൻഡ് ആവും അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് നമ്മുടെ ബ്ലഡിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും വലിച്ചെടുത്തിട്ടുള്ള ന്യൂട്രീഷൻ, ഓക്സിജൻ, വാട്ടർ എല്ലാം ബ്ലഡിലേക്ക് കൃത്യമായ രീതിയിലേക്ക് ബ്ലെൻഡ് ആവും. ഈ ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കൃത്യമായി കോശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ കൃത്യമായിട്ട് കോശങ്ങളിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ കൃത്യമായി ബ്ലഡിൽ അത് കലർന്നിരിക്കണം. അത് കലർത്തുന്ന വേണ്ടിയാണ് ഈ സെൻട്രിഫ്യൂഗൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഈ വെർട്ടെക്സ് ഫോഴ്സ് ഫീൽഡിൽ ഇത് ഫങ്ഷൻ ചെയ്യും. അതേപോലെ നമ്മൾ വാഷിംഗ് മെഷീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാഷിംഗ് മെഷീൻ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തുണികളിലുള്ള അഴുക്കുകൾ റിമൂവ് ചെയ്യും. സോ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് അത് റൊട്ടേറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ കോശങ്ങളിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനായിട്ടും ഈ ഒരു ഫങ്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൻ ആണ്, സയന്റിഫിക്കലി സർട്ടിഫൈഡ് ആണ്. സോ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ BCM ഉപയോഗിച്ച് ഹെൽത്ത് ബെനിഫിറ്റ് എടുക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ ഒരു 10-15 മിനിറ്റ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വെർട്ടെക്സ് ഫോഴ്സ് ഫീൽഡിൽ ഇത് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഹൈ സ്പീഡ് സ്പൈറൽ റൊട്ടേഷൻ മോഡിലാണ് ഇത് വർക്ക് ചെയ്യുക.
ഇത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബ്ലഡ് ക്ലോട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഞരമ്പുകളെ വികസിപ്പിച്ച് നിങ്ങളുടെ ഞരമ്പുകളെ കൃത്യമായി ഫങ്ഷൻ ചെയ്യിച്ച് അത് ബ്ലഡിനെ എത്തേണ്ട കോശങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കേണ്ട പണി ഈ ഒരു ഫംഗ്ഷനിലൂടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്മൂത്ത് ആൻഡ് ഡ്രെഡ്ജ് ദ വോൾ എക്സ്പെല്ലിംഗ് ദ ടോക്സിൻ ഡർട്ട് ഇൻ ദ ബോഡി. ശരീരത്തിൽ ടോക്സിനെ റിമൂവ് ചെയ്യാനായിട്ടും ഇത് സാധിക്കും. ആൻഡ് പ്രൊമോട്ടിംഗ് ദ ഷീ ആൻഡ് ബ്ലഡ് ആൻഡ് മൈക്രോ സർക്കുലേഷൻ ഓഫ് ദ ബോഡി. അപ്പം ശരീരത്തിൽ ഷീനെ ഇംപ്രൂവ് ചെയ്യാനും മൈക്രോ സർക്കുലേഷൻ കൊണ്ട് ബ്ലഡിന് ഓരോ മൂലകളിലും ഓരോ മൈന്യൂട്ട് സെൽസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇനി ഇതിനകത്തൊരു 28 ഡി പോർഷൻ മാഗ്നറ്റിക് സ്റ്റോൺസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫിജി ആൻഡ് ന്യൂസിലൻഡ് ബിറ്റ്വീനുള്ള ഒരു ഐലൻഡിൽ നിന്നും ഒരു ഡി പോർഷനിൽ കളക്ട് ചെയ്തിട്ടുള്ള ഈ സ്റ്റോൺസ് ആണ്. ഈ സ്റ്റോൺസിന്റെ പ്രത്യേകത വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം ഇതിലാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോസ്മിക് റേസ് സ്റ്റോർ ചെയ്തിട്ടുള്ള നാച്ചുറൽ ആയിട്ട്. ഇത് വാൽക്കനോസിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. വാൽക്കനോസിൽ നിന്ന് നാച്ചുറൽ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് സ്റ്റോൺസ് ആണ്. അപ്പൊ അതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഓറ അല്ലെങ്കിൽ ഈ ഷീ എന്ന പവറിനെ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ വീട്ടിൽ BCM ഉണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവിടെ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളത് യൂസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ഷീയുടെ അപാകത കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു 28 ഡി പോർഷൻ മാഗ്നറ്റിക് സ്റ്റോൺ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഈ 28 ഡി പോർഷൻ മാഗ്നറ്റിക് സ്റ്റോണിന്റെ ഒരു ഫംഗ്ഷൻ. നമ്മുടെ ശരീരത്തിന്റെ പോസിറ്റീവ് ഓറ ബാലൻസ് ചെയ്യാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഉപയോഗം കൂടെ ഈ ഡിവൈസിൽ നിന്ന് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് പറയാം. ഇനി ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ROH സർട്ടിഫിക്കറ്റ് ഉണ്ട്, C സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ വേൾഡ് വൈഡ് 90ഓളം രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പൊ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇത് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ഒരു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിനെ ക്ലീൻ ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക, ഇമ്മ്യൂൺ ഫംഗ്ഷനെ കറക്റ്റായിട്ട് ഫങ്ഷൻ ആക്കുക. വെയിറ്റ് ലോസിനും ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യും. മെറിഡിയൻ ചാനൽസിനെ ക്ലിയർ ചെയ്യുക, സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഷീനെ ബാലൻസ് ചെയ്യുക, സെഡേറ്റീവ് റെഗുലേറ്റിംഗ് നെർവസ് സിസ്റ്റം, ബാലൻസ് എൻഡോക്രൈൻ ഹോർമോണിനെ ബാലൻസ് ചെയ്യുക, നെർവസ് സിസ്റ്റത്തെ ആക്റ്റീവ് ആക്കി വെക്കുക, മൈക്രോ സർക്കുലേഷനെ കൂട്ടുക. ഇത്രയും ഫങ്ഷൻസ് നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതികളാണ്. നമുക്ക് ഇരുന്ന് കാല് വെച്ച് ഉപയോഗിക്കാം, നിന്ന് ഉപയോഗിക്കാം, ഒരു കാല് വെക്കാം, കൈകൾ വെക്കാം, അതിൽ മെഡിറ്റേഷൻ ഫോമിൽ ഇരിക്കാം, ബെഡ് ഉപയോഗിച്ച് നമുക്ക് അതിന് മേളിൽ കിടന്നും അതിന്റെ ബെനിഫിറ്റുകൾ എടുക്കാം. ഇങ്ങനെ പല രീതികളിൽ പല മോഡലിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി ഒന്ന് കുറയും. ബ്ലഡിലേക്ക് വെള്ളം എത്തുമ്പോൾ ബ്ലഡിന് മൂവ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കിട്ടും. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർ കറക്റ്റായിട്ട് ലോ സ്പീഡിൽ ഒരു 15 മിനിറ്റ് യൂസ് ചെയ്യുക. നേരിട്ട് ഹൈ സ്പീഡിൽ കയറ്റി നിർത്തരുത്, കയറി നിൽക്കരുത്. നമ്മൾ കസാരയിട്ടിരുന്ന് കാലുകൾ മാത്രം വെച്ച് ഒരു 10-15 മിനിറ്റ് യൂസ് ചെയ്ത് മെഷീനും നമ്മുടെ ബോഡിയായിട്ടൊന്ന് കണക്ട് ആയതിനു ശേഷം മാത്രം ഹൈ സ്പീഡ് യൂസ് ചെയ്യാം. വെറും കാലുകളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ സുഖമില്ലാത്ത ആളുകൾക്ക്, അസുഖമുള്ള ആളുകൾക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് യൂസ് ചെയ്ത് പ്രായമുള്ള ആളുകൾക്കൊന്നും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം, ചെറിയൊരു ലൈറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം യൂസ് ചെയ്യുക. സ്കിൻ ഡാമേജ് ഉള്ളവർ യൂസ് ചെയ്യരുത്. അതായത് മുറിവുകൾ അല്ലെങ്കിൽ സോറിയാസിസ് പോലെ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസീസ് ഉള്ളവർ യൂസ് ചെയ്യരുത്. കാരണം ബ്ലീഡിങ് ഉണ്ടാവും. കാരണം 7500 RPM-ലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി എൽഡർലി പീപ്പിൾ, പ്രായമുള്ള ആളുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഉണ്ടാവണം. കാരണം അവർക്ക് ബോൺ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. അവരെ നമ്മൾ മെഷീന്റെ മേലെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആയി പോരുത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഫോണിലൊക്കെ വളരെ അഡിക്റ്റ് ആയിരിക്കും. ചിലപ്പം വീട്ടിൽ പ്രായമുള്ള ആളെ മെഷീന്റെ മേലെ നിർത്തിയിട്ട് നമ്മൾ ഫോൺ എടുത്ത് പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഓർക്കുക. അങ്ങനെയൊന്നും സംഭവിക്കരുത്. കൃത്യമായിട്ട് അവരുടെ ഒപ്പം നമ്മൾ ഉണ്ടാവണം. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഒരു 10-15 മിനിറ്റിന്റെ ഗ്യാപ്പ് നമ്മൾ തണുത്ത സർഫേസ് ആയിട്ട് ഉണ്ടാവണം. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് കുളിക്കുക, അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്
ഉപയോഗിക്കുക, അല്ലെങ്കിൽ AC റൂമിൽ വെച്ച് ഉപയോഗിക്കുക. AC-യിലേക്ക് പെട്ടെന്ന് ഉപയോഗിച്ചതിന് ശേഷം കടക്കുക, അല്ലെങ്കിൽ AC-യിൽ തണുത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇത് ഉപയോഗിക്കുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ശരീരത്തിന് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കൊടുക്കുക. പിന്നെ ഇതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഇത് ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, സ്മോക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും പാടില്ല. ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ ശേഷമോ ഈ ഡിവൈസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളുകൾ, ഇതാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. വേരിയസ് ബ്ലീഡിംഗ് ഡിസീസ് ഉദാഹരണത്തിന് ഫീമെയിൽ മെൻസ്ട്രൽ പീരീഡ് ആൻഡ് പ്രഗ്നൻസി ടൈമിൽ ലേഡീസ് ഉപയോഗിക്കാൻ പാടില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് അറിയാൻ സാധിക്കില്ല, നമ്മൾ ചോദിക്കുക. ചിലപ്പം ആരെങ്കിലും നമ്മുടെ കൂടെ വരുന്നവർ ചിലപ്പോൾ 1 മാസം 2 മാസം പ്രഗ്നന്റ് ആയിരിക്കും, കണ്ടറിയാൻ പറ്റില്ല, അവരോട് ചോദിക്കണം. അതുപോലെ ബ്ലീഡിങ്, എന്തെങ്കിലും കൈകാലിലൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സിന്റെ ഉള്ളിലായിരിക്കും, നമുക്ക് അറിയാൻ സാധിക്കില്ല, ചോദിക്കണം. മെൻസ്ട്രസ് ടൈം ആണെങ്കിൽ ചോദിക്കണം. അപ്പൊ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നിർത്താവുള്ളൂ. അതുപോലെ എന്തെങ്കിലും ബ്ലഡ് ഡിസീസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കരുത്. അതാണ് പറയുക. ഉദാഹരണത്തിന് ബ്ലഡ് ക്യാൻസർ ഉള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ രക്തസംബന്ധമായ അസുഖങ്ങളുള്ളവർ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വേരിയസ് ഹാർട്ട് ഡിസീസസ് ആൻഡ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഡിസീസസ് ഉള്ളവരും ഉപയോഗിക്കാൻ പാടില്ല. ഹൃദയ സംബന്ധമായ, അതായത് ഹൃദയത്തിന്റെ വാൽവിന് ഡാമേജ്, ഹൃദയത്തിന്റെ വാൽവ് വീക്കാണ്, ഇങ്ങനെയുള്ള അസുഖമുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ സ്റ്റണ്ട് വെച്ചവർ, ഓപ്പറേഷൻ ചെയ്തവരൊക്കെ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം, അതിന് യാതൊരു പ്രശ്നമില്ല. അതുപോലെ ഹാർട്ട്, ലിവർ, കിഡ്നി ഒക്കെ ഫെയിലർ ആയ കേസസ് ഉണ്ടാവും, പോയി ഇനി അങ്ങറ്റം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണുള്ളത്, അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഈ 7500 RPM വർക്ക് ചെയ്യുന്ന ഈ ഫംഗ്ഷൻ താങ്ങാനുള്ള കപ്പാസിറ്റി അവരുടെ ഓർഗാൻ ഉണ്ടായിരിക്കണം. ഡു നോട്ട് യൂസ് വിത്തിൻ ഹാഫ് ആൻ ഇയർ ആഫ്റ്റർ ഓപ്പറേഷൻ. ഓപ്പറേഷന് ശേഷം 6 മാസത്തിനുള്ളിൽ യൂസ് ചെയ്യാൻ പാടില്ല, 6 മാസത്തിനുള്ള ഗ്യാപ്പ് വേണം. മെറ്റൽ ഒബ്ജക്ട്സ് ബോഡിയിലുള്ളവർ ആ പാർട്ടുകളൊക്കെ, ഉദാഹരണത്തിന് നിങ്ങളുടെ കാലുകളിൽ സ്റ്റീൽ റോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകൾ വെക്കാം, ഇരിക്കാം, മറ്റൊരു ചെയ്യാം, പക്ഷെ ആ മെറ്റൽ ഒബ്ജക്ട്സ് ഉള്ള ഭാഗം ഒഴിവാക്കുക. പേസ് മേക്കർ വെച്ചവർ നിർബന്ധമായി യൂസ് ചെയ്യാൻ പാടില്ല. പേസ് മേക്കർ, കാർഡിയാക് പേസ് മേക്കർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അപ്പൊ ഇത് വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആളുകളോട് ഇത് ചോദിക്കണം. ഇനി എല്ലാ ഭവനങ്ങളിലും എല്ലാ വീടുകളിലും ഈ ഒരു ഡിവൈസിന്റെ അത്യാവശ്യം ആയിട്ടുള്ള ഉപയോഗമുണ്ട്. കാരണം ഒരു കൊച്ചുകുട്ടി മുതൽ മുതിർന്ന വയസ്സായ ആളുകൾ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണിത്. ഇതുള്ള വീടുകളിൽ കൃത്യമായിട്ടും ഒരു ഡോക്ടറുടെ ആവശ്യം വളരെ കുറവായിരിക്കും. നമുക്കറിയാം